അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചര്യയുടെ ഒരു ഭാഗമാണ് ഉൽഹിയ്യത്ത് എന്ന് പറയും. ഉൽഹിയ്യത്ത് അടിസ്ഥാനപരമായി ഒരു ഇബാദത്താണ്. ഉൽഹിയ്യത്തിന് പകരം നിങ്ങൾ തത്തുല്യമായി വില കൊടുത്താൽ അതിന് മതിയാവൂല. ചില ആളുകൾ അങ്ങനെ പറയണ്ട, എന്തിനാണ് ഈ മൃഗങ്ങളൊക്കെ ഇറക്കണ, ആ പൈസ ദാനം ചെയ്തൂടെ? ഇല്ല. എന്തിനാണ് ളുഹർ നിസ്കരിക്കണത്? ആ സമയം 10 മിനിറ്റ് നിങ്ങൾ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ളുഹറിന് പകരാവില്ലല്ലോ. ഇബാദത്ത് ഇബാദത്ത് തന്നെയാണ്. ഇബാദത്തിന് ബദലില്ല, പകരല്ല. അപ്പൊ ഉൽഹിയ്യത്ത് ഒരു ഇബാദത്താണ്. ഖുദു അന്നി മനാസിക്കും, ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്ന കേട്ടാൽ തോന്നും ഇസ്ലാമിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനൊരു വകുപ്പില്ല, അതുകൊണ്ട് ഈ ഉൽഹിയ്യത്തിന്റെ പൈസ എടുത്തിട്ട് ദാനെങ്കിലും ചെയ്യട്ടെ എന്നാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ദാനം ചെയ്യാൻ ധാരാളം വകുപ്പുള്ള ആദർശമാണല്ലോ ഇസ്ലാം. എന്നല്ല, കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചക ശരീഅത്തും. അപ്പൊ ഇബാദത്തുകൾ ഇബാദത്തിന്റെ സ്ഥാനത്തും ദാനധർമ്മങ്ങൾ ദാനധർമ്മങ്ങളുടെ സ്ഥാനത്തുമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഉൽഹിയ്യത്ത് നിങ്ങൾക്ക് ഒരു പുണ്യകർമ്മമാക്കിയത്, ഒരു ഇബാദത്താക്കിയത്? ഒന്നാമത് തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം നിങ്ങൾ ബലിയറുക്കുക. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹ് അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അറുത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. ഹുർരിമത അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ബിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭക്ഷിക്കാൻ പാടില്ല. അപ്പൊ അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. രണ്ടാമത്തത് അള്ളാഹുവോടുള്ള സാമീപ്യത്തിന്റെ അടയാളമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്, മകനെ അറക്കരുത്. വഹിയൊന്നല്ലല്ലോ, സ്വപ്നമല്ലേ കണ്ടിട്ടുള്ളൂ. മാതാവിനോട് ഇത് പറയും. എല്ലാ ആളുകളും, ആ ഫ്രെയിമിലുള്ള 3 പേരും പിശാചിനെ ആട്ടി അകറ്റുകയാണ്. പിശാചിനോട് ദൂരെ പോകാൻ പറയുകയാണ്. നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ റോളുമില്ല എന്നവർ തീർത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം തൊട്ടടുത്ത ഉയർന്ന പ്രദേശത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോകുമ്പോൾ മകനറിയാം എന്നെ അറക്കാനാണ് കൊണ്ടുപോകുന്നത്, വാപ്പാക്കറിയാം മകനെ അറക്കാനാണ് പോകുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം വതല്ലഹു, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരെങ്ങനെ എന്ത് ചെയ്തു, അറക്കാൻ വേണ്ടി കടത്തി വെച്ചു. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, അങ്ങനെ കമിഴ്ത്തി കടത്തി. അങ്ങനെ അറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വനാദൈനാഹു, ഇബ്രാഹിം എന്ന വിളി കേൾക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം, നിന്റെ മകൻ അറക്കണമെന്ന് അള്ളാഹു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ ത്യാഗം എത്രയുണ്ട് എന്ന് പരീക്ഷിക്കുകയാണ്, തളഹിയത്ത് എത്രയുണ്ടെന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറക്കാൻ വേണ്ടി ഒരാടിനെ നൽകി ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അത് അറക്കാൻ പറഞ്ഞു. അങ്ങനെ അറക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇബ്രാഹിം അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ജിബ്രീൽ, ഇബ്രാഹിം, ഇസ്മായിൽ, ഇതാണ് തക്ബീർ. ഈ തക്ബീറിന് ആദ്യത്തെ ബന്ധം ആകാശവുമായിട്ടാണ്. കാരണം തുടങ്ങിയത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അത് രണ്ടാമത് അത് ചൊല്ലുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അത് പൂർത്തീകരിക്കുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. മലക്കും മനുഷ്യനും കൂടി ചേർന്ന് നടത്തിയ ഒരു മുദ്രാവാക്യമാണിത്, തക്ബീർ.